രാമസേതു ശ്രീരാമൻ ലങ്കയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ തകർത്തു കളഞ്ഞെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണ്? കമ്പരാമായണത്തിൽ അത്തരത്തിലുള്ള പരാമർശമുണ്ടോ? കമ്പരാമായണം സ്വാമി ചിദാനന്ദപുരി പഠിച്ചിട്ടില്ല, അറിയില്ല. പക്ഷേ ഈ വാദം സുപ്രീം കോടതിയിൽ വന്നതിനെ സംബന്ധിച്ച് വിശദമായ വാർത്ത വായിച്ചിരുന്നു. ഇതിലേറ്റവും രസകരമായ വിഷയം, ഇത് ഈ ഇന്ത്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പല വിദേശ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഇന്റർനെറ്റ് ഉപയോഗിച്ച് അല്പം വാർത്തകൾ വായിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും രസകരമായ വിഷയം, ഈ രാമൻ എന്നാൾ ജീവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. രാജ്യത്തെ പരമോന്നത ഒരു ഗവേഷണ ഏജൻസിയെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അപഹാസ്യമാക്കി തീർത്തു. കാരണം രാമൻ ജീവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് ആർക്കിയോളജിക്കാരാ. ആർക്കിയോളജിക്കാർക്ക് എന്താ തെളിവുണ്ടാവുക രാമൻ ജീവിച്ചു എന്നുള്ളതിന്? ഒരു ഹിസ്റ്റോറിയൻ പറഞ്ഞു തരക്കേടില്ല. ഹിസ്റ്റോറിക് കൗൺസിലിനെ കൊണ്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് കോൺഗ്രസിനെ കുറിച്ച് കൊണ്ടൊക്കെ പറയിപ്പിച്ചാൽ തരക്കേടില്ല. ആർക്കിയോളജിസ്റ്റ് എങ്ങനെയാ ഒരാൾ ജീവിച്ചോ ഇല്ലയോ എന്ന് പറയുക? പടുത്ത് ജീവിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതിന് ആർക്കിയോളജിസ്റ്റിന്റെ അടുത്ത് അത് തെളിവുണ്ടാവുക. എന്നിട്ട് അങ്ങനെ പറയിപ്പിച്ചിട്ട് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തദ്വാര ഇന്ത്യയും അപഹാസ്യമായി തീർന്നു. അതൊക്കെ പൊളിഞ്ഞു. അപ്പൊ കുറച്ചു കാലം പുതിയ പുതിയ വാദമുഖങ്ങളൊന്നും കൊണ്ടുവരാണ്ടിരുന്നു. ഒരു വാദമുഖമായിട്ട് വന്നു, ഇങ്ങനൊരു സേതുവേ ഇല്ല എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ കോടതി ചോദിച്ചു, പിന്നെ നിങ്ങൾ എങ്ങനെയാ സേതു സമുദ്രം പ്രോജക്ട് എന്നതിന് പേര് കൊടുത്തത് എന്ന് ചോദിച്ചു. വക്കീല് തല താഴ്ത്തി പോന്നു. പിന്നെ എവിടുന്നാ ചകഞ്ഞു കൊണ്ടുവന്നറിയില്ല. പ്രഗത്ഭ വക്കീലാണ്, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന വക്കീലാണ് അഡ്വക്കേറ്റ് നരിമാൻ. അദ്ദേഹമാണ് പറയണത് ശ്രീരാമൻ തന്നെ തകർത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് തകർത്താ എന്താ? തകർത്താന്ന് വെച്ചാൽ പിന്നെ തകർക്കാൻ അവിടെ ഉണ്ടാവുമോ? അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, 3 സ്ഥലത്ത് രാമൻ തകർത്തിട്ടുണ്ട്. എവിടെയാണ് തെളിവ്? കോടതി ചോദിച്ചു. അപ്പൊ പറഞ്ഞു പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഉടനെ പറഞ്ഞു പത്മപുരാണം കൊണ്ടുവന്ന് പരിശോധിക്കാൻ. വക്കീല് മേലോട്ട് നോക്കല്ലാണ്ട് വഴിയില്ല, കാരണം പത്മപുരാണത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോഴാ കമ്പരാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി പരിശോധിക്കാൻ പറഞ്ഞില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു രാമനെ സംബന്ധിച്ച് പ്രാമാണികം വാൽമീകി രാമായണവും അധ്യാത്മരാമായണവുമാണ്, കമ്പരാമായണം അല്ല. പ്രാദേശിക ഭാഷകളിൽ പല രാമായണങ്ങളുണ്ട്. ഇത്രയും നേരം അവയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പ്രാമാണികമായ രാമായണം വേണം പരിശോധിക്കുക. അങ്ങനെ ആ വാദം പൊളിഞ്ഞു. പിന്നെ കുറിച്ച് നമ്മൾ എന്താ അഭിപ്രായം പറയാനാ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക, അതാ വേണ്ടത്.